നമ്മുടെ ഇന്നത്തെ ധ്യാനം 28-ാം സങ്കീർത്തനം 7-ാം വാക്യം. 28-ാം സങ്കീർത്തനം 7-ാം വാക്യം. യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയമാവുന്നു. എൻ്റെ ഹൃദയം അവങ്കൽ ആശ്രയിച്ചു, എനിക്ക് സഹായവും ലഭിച്ചു. അതുകൊണ്ട് എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു, പാട്ടോടെ ഞാൻ അവനെ സ്തുതിക്കുന്നു. യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയമാവുന്നു. എൻ്റെ ഹൃദയം അവങ്കൽ ആശ്രയിച്ചു, എനിക്ക് സഹായവും ലഭിച്ചു. അതുകൊണ്ട് എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു, പാട്ടോടെ ഞാനവനെ സ്തുതിക്കുന്നു. ദാവീദിൻ്റെ സങ്കീർത്തനമാണ് 28-ാം സങ്കീർത്തനം. ദൈവീക നടത്തിപ്പുകളെ ഓർത്ത് സന്തോഷത്തോടും നന്ദിയോടും ദൈവസന്നിധിയിലേക്ക് ദാവീദ് അടുത്തു വരികയാണ്. ഹൃദയം തുറന്ന് സന്തോഷിക്കാനായി നമുക്ക് കഴിയുന്നുണ്ടോ? ഹൃദയം തുറന്ന് നന്ദി കരയേറ്റാനായി നമുക്ക് കഴിയുന്നുണ്ടോ? പലപ്പോഴും സന്തോഷവും സമാധാനവും ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയാതെ ദുഃഖത്തോടും നിരാശയോടും വേദനയോടും ജീവിതത്തെ തള്ളി നീക്കുന്നവരാണ് നാം ഓരോരുത്തരും. എന്നാൽ ഹൃദയം തുറന്ന് സന്തോഷിക്കാൻ, ഹൃദയം തുറന്ന് ദൈവത്തിന് നന്ദി കരയേറ്റാനായി എങ്ങനെ കഴിയുമെന്ന് ദാവീദ് ഈ ഭാഗത്ത് പറയുകയാണ്. ആദ്യം പറയുന്നത് യഹോവ എൻ്റെ ബലമാണ്. ദൈവം എന്നോട് കൂടെ ഉള്ളത് എനിക്കൊരു ബലമാണ്. നമ്മുടെ ജീവിതയാത്രയിൽ ദൈവം നമ്മോട് കൂടെ ഉള്ളതാണ് നമ്മുടെ ബലം. യഹോവ എൻ്റെ പരിചയമാണ്, ഒരു സംരക്ഷണ കവചമാണ്. ദൈവം ഒരു ബലമാണ്, ദൈവം ഒരു സംരക്ഷണ കവചമാണ്. അതുകൊണ്ട് തന്നെ ഈ ദൈവത്തിൽ ഞാൻ പൂർണ്ണാശ്രയം വയ്ക്കുന്നുണ്ട്. എൻ്റെ ഹൃദയം അവങ്കൽ ആശ്രയിച്ചു. ബലമായ പരിചയായ ദൈവത്തിൽ ഞാൻ പൂർണ്ണാശ്രയം വയ്ക്കുന്നുണ്ട്. ഈ ദൈവത്തിൽ പൂർണ്ണാശ്രയം വെച്ചപ്പോൾ എനിക്ക് ആവശ്യമായ എല്ലാ സഹായവും ആ ദൈവത്തിങ്കൽ നിന്ന് ലഭിച്ചു. അതുകൊണ്ട് എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു, എൻ്റെ ഉള്ളം ഭയങ്കരമായി സന്തോഷിക്കുകയാണ്. പാട്ടുപാടി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നുണ്ട്. പാട്ടുപാടി ഞാൻ ദൈവത്തെ ആരാധിക്കുകയാണ്. പ്രിയമുള്ള ദൈവമക്കളെ, ബലമായ പരിചയായ ദൈവത്തിൽ പൂർണ്ണാശ്രയം വയ്ക്കുക. ആ ദൈവത്തിൽ പൂർണ്ണാശ്രയം വയ്ക്കുമ്പോൾ ദൈവത്തിങ്കൽ നിന്ന് സഹായം നമുക്ക് അനുഭവിക്കാനായി കഴിയും. അവിടെ നമ്മുടെ ഹൃദയത്തിൽ സന്തോഷമുണ്ടാവും. പാട്ടുപാടി ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തിന് നന്ദി കരയേറ്റാനായി കഴിയും. ഹൃദയം തുറന്ന് സന്തോഷിപ്പാൻ, പാട്ടുപാടി ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. ഈ വചനം അതിന് മുഖാന്തരമാകട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ബലവും ഞങ്ങളുടെ പരിചയമായ കർത്താവേ, ഈ മനോഹരമായ പുതിയ ദിനത്തിനായി അങ്ങേക്ക് നന്ദി കരയേറ്റുന്നു. കഴിഞ്ഞ രാത്രികാലം ഞങ്ങൾ അനുഭവിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. സമാധാനത്തോടെ കിടന്നുറങ്ങി നിർഭയം വസിക്കുമാറാക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവം തന്ന വിലയേറിയ അവസരങ്ങൾക്കായി നന്ദി കരയേറ്റുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ യാത്രകളിലും അധ്വാനങ്ങളിലും ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ഇന്നിടപെടുന്ന മേഖലകളിലും വാഹനയാത്രകളിലും ഇന്നെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളിലും ദൈവമേ കൂടെ ഇരിക്കണമേ. ജീവിതത്തിൻ്റെ എല്ലാ നാളുകളിലും ബലവും പരിചയവുമായ ദൈവത്തിൽ പൂർണ്ണാശ്രയം വയ്പ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ.
അങ്ങനെ ഹൃദയം തുറന്ന് സന്തോഷിപ്പാൻ, പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ അതിലൂടെ ഞങ്ങൾക്ക് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളിൽ ആശുപത്രികളിലുമായി കഴിയുന്നവരുണ്ട്. ട്രീറ്റ്മെൻറ്റുകളുടെ ഭാഗമായി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ട്. അടിപ്പിണരാലുള്ള സൗഖ്യം എല്ലാവർക്കും ദൈവം തമ്പുരാൻ നൽകണം. കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ. തലമുറകളെ ദൈവം അനുഗ്രഹിക്കണമേ. ദൂരത്തായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് കാത്ത് പരിപാലിക്കണം. ഞങ്ങൾ പ്രാർത്ഥനയോടും സന്തോഷത്തോടും ഈ ദിനം ആരംഭിക്കട്ടെ. കർത്താവ് കൂടെ ഇരിക്കണമേ. ഈ ദിനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകണം. ഹൃദയം തുറന്ന് സന്തോഷിപ്പാൻ, പാട്ടുപാടി അങ്ങേ ആരാധിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.